Hello guys and welcome to our channel Finworks Food Factory. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഇതാ എത്തിപ്പോയി. ലോകമെമ്പാടും ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കാൻ തയ്യാറായും കഴിഞ്ഞു. ഞങ്ങളും തയ്യാറായി കേട്ടോ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ? ക്രിസ്മസ് ട്രീ, സാന്റാക്ലോസ്, പല വർണ്ണങ്ങളും രൂപങ്ങളുമുള്ള സ്റ്റാറുകൾ, ലൈറ്റുകൾ, വൈൻ, പിന്നെന്താ പ്ലം കേക്ക്. യെസ്, പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഈസി, വളരെ ടേസ്റ്റിയുമായ ഒരു പ്ലം കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതിനാവശ്യമായ ഫ്രൂട്ട്സ്, അതായത് 250 grams ടൂട്ടി ഫ്രൂട്ടി, 50 grams ബ്ലാക്ക് റേസിൻസ്, 50 grams വൈറ്റ് റേസിൻസ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 3 ഓറഞ്ചിൻ്റെ ജ്യൂസിൽ സോക്ക് ചെയ്ത് ഓവർനൈറ്റ് വയ്ക്കുക. നമ്മുടെ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് മിക്സ്ചർ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കാൻ ശ്രദ്ധിക്കണം. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എഗ് വൈറ്റ് 3 എണ്ണം, എഗ് യോക്ക് 3 എണ്ണം, ബ്രൗൺ ഷുഗർ 250 grams, വാനില എസൻസ് 1/2 tablespoon, ബട്ടർ 60 grams, റിഫൈൻഡ് ഓയിൽ 60 ml, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 500 grams, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 2 ടേബിൾ-സ്പൂൺ, കാരമൽ സോസ് 100 ml, നട്ട്സ് 150 gram. തലേ ദിവസം കുതിർത്തി വെച്ചിരുന്ന ഫ്രൂട്ട്സിലേക്ക് നമ്മളിനിയും കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായത് 1 ഇഞ്ച് കറുകപ്പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, ജാതിക്ക ഒരു ചെറിയ കഷ്ണം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ-സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഈ സ്പൈസസിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ-സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമും 1 ടേബിൾ-സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ 500 grams ഓൾ പർപ്പസ് ഫ്ലവറിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് റഫായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു 3 തവണ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ മിക്സിങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ബട്ടറും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് നമ്മുടെ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ നാലീന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്കിനി 3 മുട്ടയുടെ മഞ്ഞ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ-സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. ഇനി ഒരു 1/2 ടേബിൾ-സ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇളക്കുക. ഇനി 3 മുട്ടയുടെ വെള്ളം എടുത്ത് നല്ല രീതിയിൽ പതപ്പിച്ച് നല്ലൊരു ഫോമി ടെക്സ്ചറാക്കി മാറ്റി വയ്ക്കാം.
ഇനി നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കാരമൽ സോസാണ്. ഈ കാരമൽ സോസ് ചേർക്കുന്നതിലൂടെ നമ്മുടെ കേക്കിന് ഒരു നല്ല ബ്രൗൺ കളറ് കിട്ടും. അത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് നട്ട്സ് ചേർക്കാം. നട്ട്സ് കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഫ്രൂട്ട്സ്, ഓവർനൈറ്റ് സോക്ഡ് ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിക്കുക. ഇനി ഈ മിക്സ്ചറിലേക്ക് നമുക്ക് നമ്മുടെ ഫ്ലോർ മിക്സ്ചർ തവണകളായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഫോമി ടെക്സ്ചറിലേക്ക് ആക്കി മാറ്റി വെച്ച എഗ് വൈറ്റും കൂടെ ഫോൾഡ് ഇൻ ചെയ്യാം. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ദാ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ബേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ബേക്ക് ചെയ്യുന്നത് സ്റ്റോവിലാണ്, ഓവനിലല്ല. അപ്പം ഇതിനാവശ്യമുള്ളത് ഒരു ഡീപ്പ് നോൺ സ്റ്റിക്ക് പാനാണ്. അതൊരു 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കേക്ക് ടിൻ നല്ല രീതിയിൽ ബട്ടർ പേപ്പറും കൊണ്ട് കോട്ട് ചെയ്യാം. കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇനി നമുക്ക് ഈ പ്രീഹീറ്റായ പാനിലേക്ക് ഒരു ഹോട്ട് പ്ലേറ്റ് സ്റ്റാൻഡ് എടുത്തിറക്കി വെച്ചിട്ട് അതിലേക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കാം. മൂടി വെച്ച് നമുക്കൊരു 45 to 50 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് കുക്കായി എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു കേക്ക് ടെസ്റ്റർ യൂസ് ചെയ്ത് അതിന് നടുഭാഗത്തൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. ക്ലീനായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടെസ്റ്റർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ ദാ എൻ്റെ കേക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദാ സ്റ്റോവ് ഓഫ് ചെയ്ത് കേക്ക് ടിൻ പുറത്തേക്ക് എടുക്കാൻ പോവാം. കേക്ക് ടിൻ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ സാവധാനം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി റിച്ച് ഫ്രൂട്ടി പ്ലം കേക്ക് റെഡി. വിഷിംഗ് യു ഓൾ എ വെരി മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Thank you all for supporting us all throughout the year, and God bless you all. Bye-bye. See you all in the next video.